ഇത്ര കാലം പല നേതാക്കൾ വെച്ചിട്ട് ഒരു മാറ്റം ഞാൻ കാണുന്നില്ല. അപ്പൊ ഇനിയെങ്കിലും സുരേന്ദ്രൻ അല്ലെങ്കിൽ എം ഡി അവിടെ വന്നില്ലെങ്കിൽ ആ നാട് എങ്ങനെ ഇപ്പോഴുണ്ട് ഇനിയും അതുപോലെ തന്നെ കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ വികസനം എന്ന് ആകെ പറയാൻ ആ നാട്ടിൽ ഞാൻ NH അയ്യോ മാത്രമാണ്. വേറൊരു വികസനമായിട്ട് അവിടെ ഇപ്പൊ എത്ര MLA വന്നിട്ടും ഒരു മാറ്റം വരാത്ത നാടായിട്ട് മാറിയിട്ടില്ല എനിക്ക് ശരി. ഒന്നാമത് പിന്നൊന്ന് ജില്ലാ വേണ്ട കാസർഗോഡ് തരംതാഴ്ത്തുന്നത് അതിൽ ഏറ്റവും തരംതാഴ്ത്തുന്നത് ഒരു ഏരിയ ആയിട്ട് മാറിയിട്ടുണ്ട്. ഒന്നാമത് അത് തൊട്ടടുത്തുള്ള മംഗലാപുരത്തിന്റെ വികസനത്തിന്റെ ഒരു പൊടി പോലും അവിടെ പഞ്ചായത്തില്ല. നല്ലൊരു പേരിനൊരു നല്ലൊരു രാഷ്ട്രീയമില്ലാത്തൊരു ഇതായിട്ട് മാറിയിട്ടുണ്ട്. രാഷ്ട്രവിരുദ്ധ ശക്തികളുമായിട്ടാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ LDF UDF സ്ഥാനാർത്ഥികൾ കൂട്ടുകെട്ടിയിട്ടുള്ളത്. രണ്ടാമത് വികസനം എന്ന ഒരു സംഘം തൊട്ട് തേണ്ടിയിട്ടില്ലാത്തൊരവസ്ഥ കാസർഗോഡ് ജില്ലയിൽ, അത് മഞ്ചേശ്വരമായാലും കാസർഗോഡായാലും. നമുക്ക് വികസനങ്ങൾ കാണാൻ പറ്റുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ നിലവിൽ കൊണ്ടുവന്ന ആ വികസനങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടത് വികസനം കൊണ്ടുവരുന്ന നേതാക്കന്മാരാണ്. അപ്പൊ വികസനം NDA കൂടിയേ നമുക്ക് വികസനം അത് CPM അല്ല ഇപ്പോ അവരെ ഒന്നിച്ചാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ സുരേന്ദ്രനാണ് നല്ല ഇപ്പോ ഒരു ഇതുള്ളത്. സുരേന്ദ്രൻ ജയിക്കണം ഇപ്പോഴത്തെ, അതാണ് നമ്മൾ ആഗ്രഹം.